ഏവർക്കും ഹിദ മീഡിയ തെർബിയ വിങ്ങിലേക്ക് സ്വാഗതം. ഷെയ്ഖുന പറപ്പൂർ CH ബാപ്പുട്ടി മുസ്ലിയാരെക്കുറിച്ചുള്ള ഓർമ്മകൾ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ പങ്കുവെക്കുന്നു. ഉസ്താദിന്റെ ഉറവ വറ്റാത്ത സ്നേഹമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കുട്ടിക്കാലം മുതലേ ആ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചിരുന്നു. സ്വന്തം മകനെ പോലെയാണ് എല്ലാവരെയും ഉസ്താദ് കാണാറ്. ഉപ്പാനെ കാണാൻ പല ദിവസങ്ങളിലായി ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് സ്നേഹം പങ്കിട്ട് പുഞ്ചിരി നേർന്നാണ് പോവാറ്. അന്നു മുതലേ കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്നു. അഥവാ കുട്ടിക്കാലം മുതലേ ഉസ്താദിന്റെ മുഖം കണ്ടു പരിചയമാണ്. ഉസ്താദിന്റെ കുടുംബവും പാണക്കാട്ടെ കുടുംബവും പണ്ടു മുതലേ ആത്മീയമായ ബന്ധം പുലർത്തിപ്പോരുന്നതാണ്. ഉസ്താദിന്റെ സന്ദർശനങ്ങൾ ഈ അർത്ഥത്തിൽ ആത്മീയ ചൈതന്യമുള്ളതായിരുന്നു. ഉസ്താദുമായി പല പരിപാടികളിലും വേദി പങ്കിടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെനിക്ക്. വിനയമാണ് ഉസ്താദിന്റെ ഭാഷ, സ്നേഹമാണ് ഉസ്താദിന്റെ മുഖമുദ്ര. ഉസ്താദിനെ കാണുന്ന നേരത്തൊന്നും ഒരു പുഞ്ചിരി നേരാതെ എന്നെ വിടാറില്ല. ആ പുഞ്ചിരിയിൽ തന്നെ ദിവ്യ പ്രണയം കിടപ്പുണ്ട്. ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജീവിത പ്രതിസന്ധിയിൽ അകപ്പെടുന്നവരെ സമാധാനത്തിന്റെ തീരത്തേക്ക് വാത്സല്യത്തോടെ എത്തിക്കുന്നതാണ് ആ പുഞ്ചിരി. ഉസ്താദിന്റെ മനസ്സറിഞ്ഞ വാക്കുകളാണ് ഓരോരുത്തരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അതിനെല്ലാമുപരി ഉസ്താദ് ഒരു വൈജ്ഞാനിക നവോത്ഥാന നായകനാണ്. ഭാവിയിലെ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് ഉസ്താദ് ദീർഘവീക്ഷണം നടത്തി. തന്റെ വീടിനു ചാരെ വൈജ്ഞാനിക ഉത്ഥാനത്തിന് വേണ്ടി സ്വന്തം പറമ്പിൽ കെട്ടിയുയർത്തിയ സബീലുൽ ഹിദായ എന്ന മഹാസൗധമാണ് ഉസ്താദിന്റെ മഹത് സ്ഥാപനം. ഉസ്താദിന്റെ കീഴിൽ സ്വന്തം നിലക്ക് ഈ സ്ഥാപനം കൊണ്ടുപോകുന്നതാണ് അത്ഭുതം. സ്ഥാപനത്തിൽ കാലോചിതവും നവോത്ഥാനപരവുമായ പരിഷ്കാരങ്ങൾ ഉസ്താദ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഉസ്താദിന്റെ അന്ത്യാഭിലാഷങ്ങളിലൊന്നായിരുന്നു സ്ഥാപനത്തിൽ വികസിതമായ ഒരു ലൈബ്രറി എന്നത്. അതിനുവേണ്ടി ഉസ്താദ് കൈമൈ മറന്ന് അധ്വാനിച്ചിരുന്നു. ഉസ്താദിന്റെ ദീർഘവീക്ഷണം കാരണം തന്നെ ആ സ്ഥാപനം വൈജ്ഞാനിക രംഗത്ത് ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാവട്ടെ അക്കാദമിക് രംഗങ്ങളിൽ ഉന്നത നിലവാരം കാഴ്ചവെക്കുന്നവരുമാണ്. അവരുടെ സഹായ സഹവർത്തിത്വങ്ങൾ പാണക്കാട്ടെ കുടുംബത്തിൽ ഇന്നും വലിയ ഐശ്വര്യമാണ്. പലതവണ ഉസ്താദിനെ കാണാൻ പോയിട്ടുണ്ട്. സ്ഥാപനത്തിലെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാൻ, ഉംറയ്ക്ക് പോവാനിരിക്കെ യാത്ര പറയാൻ എന്നിങ്ങനെ പല സമയങ്ങളിലായി ഉസ്താദിനെ സന്ദർശിച്ചിരുന്നു. ഉസ്താദിന്റെ മുഖപ്രസന്നതയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. എല്ലാത്തിനുമുപരി സമസ്തയുടെ കർമ്മ പരിപാടികൾക്കും ഉസ്താദ് പൂർണ്ണ പ്രോത്സാഹനം നൽകിയിരുന്നു. വിദ്യാർത്ഥി സംഘടനയായ SKSSF വേണ്ടി ഉസ്താദ് പല നിർദ്ദേശങ്ങളും തരാറുണ്ട്. അഥവാ ഭാവി സമൂഹത്തിന്റെ ഔന്നത്യത്തിനും സാംസ്കാരിക ഉന്നമനത്തിനും വേണ്ടി ഉസ്താദ് എല്ലാം മറന്ന് പ്രയത്നിക്കുകയായിരുന്നു. ചെറുപ്പകാലം മുതലേ തൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ഉസ്താദ് ആരംഭിച്ചിരുന്നു. ആ പ്രയത്നമാണ് പിന്നീട് വലിയൊരു വിദ്യാഭ്യാസ സൗധം എന്ന സ്വപ്നത്തിലേക്ക് നയിച്ചത്. അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തട്ടെ, ആമീൻ. അവലംബം ഷെയ്ഖുന പറപ്പൂർ ബാപ്പുട്ടി ഉസ്താദ് ഓർമ്മ പുസ്തകം.